ഞാനന്ന് ഒരു 23 ഡേയ്സ് ഉറങ്ങാത്ത ഞാനന്ന് കിടന്നുറങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്കൊരു 10-13ഓളം മരുന്നുകൾ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു ഇതിനോടനുബന്ധിച്ച്. പല പൾമനോളജിസ്റ്റിനും ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഇത് വന്നിട്ട്. പക്ഷെ എനിക്കത്. നമസ്കാരം, എൻ്റെ പേര് മായ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഫൊഗോവ ഇന്ത്യയുടെ 1 സ്റ്റാർ ഡയറക്ടറായ മിസ്റ്റർ റിനീഷ് സാറിനെയാണ്. സർ, നമസ്കാരം സർ. സാർ ഇപ്പോൾ ഫൊഗോവയിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളം ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ സാറിന് ഫൊഗോവയിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സാർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം. ഫൊഗോവയിലേക്ക് വരാനുണ്ടായ സാഹചര്യവും അതുപോലെ തന്നെ ഈ ഫൊഗോവയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളും സാർ ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, ഞാൻ ഇതില് ഈ ഒരു ഫൊഗോവ ഇന്റർനാഷണൽ ഈ ഒരു കമ്പനിയിൽ വരുന്നത് നമ്മളെ സെക്കൻഡ് കോവിഡിന്റെ സമയത്താണ്. സെക്കൻഡ് കോവിഡിന്റെ സമയത്ത് ഞാൻ ആക്ച്വലി 17 വർഷമായിട്ട് ഞാൻ ബാങ്ക് ഫീൽഡായിരുന്നു, ബാങ്ക് കൺസൾട്ടന്റ് ഫീൽഡായിരുന്നു. അതായത് ബാങ്കിന്റെ DSA എന്ന് പറയും, ഡയറക്ട് സെയിൽസ് ഏജൻസി. അത് ഏകദേശം 17 വർഷമായിട്ട് നടത്തിയിട്ട് വന്നതായിരുന്നു. അത് ഈ സ്റ്റാഫുകളൊക്കെ വെച്ച് 4 സ്റ്റാഫുകളൊക്കെ വെച്ചിട്ടായിരുന്നു നടത്തിയിരുന്നത്. അപ്പം ആ സമയത്ത് എനിക്ക് ഈ സെക്കൻഡ് കോവിഡിന്റെ സമയത്ത് എനിക്ക് ഞങ്ങൾ ഓഫീസൊക്കെ അടച്ചിടേണ്ടി വന്നു. സാമ്പത്തികമായിട്ടും എല്ലാവരും വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു സെക്കൻഡ് കോവിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇവിടെ വരുന്ന എനിക്ക് കോവിഡ് വന്നു. കോവിഡ് മാത്രമേ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ടും എനിക്ക് ഓൾറെഡി ഞാനൊരു അലർജറ്റിക് പേഷ്യൻ്റ് ആയതിനെക്കൊണ്ട് വർഷങ്ങളായിട്ട് അലർജറ്റിക് പേഷ്യൻ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് കുറച്ച് ഈ കോവിഡിന്റെ സിറ്റുവേഷൻ കുറച്ച് എനിക്ക് വളരെ മോശമായി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. ഇങ്ങനൊരു കമ്പനിയുണ്ട്, ഇതിൻ്റെ ഒരു ഡിവൈസ് ഉണ്ട്, അപ്പോൾ നീ അതൊന്ന് ഉപയോഗിച്ച് നോക്ക്, നിനക്ക് ചിലപ്പം ബ്രീത്തിനൊക്കെ വളരെ മാറ്റം വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് എനിക്ക് മാറ്റം വരുന്നില്ല, ഈ ബ്രീത്തിന്റെ ഓക്സിജന്റെ ഒന്നും മാറ്റം വരുന്നില്ല. എന്തായാലും ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ച് കളയാന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഡിവൈസ് പരിചയപ്പെടുന്നത്. ഫൊഗോവയുടെ ഒരു പോർട്ടബിൾ മാജിക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ആ ഡിവൈസ് മാത്രമേ ഉള്ളൂ, നമുക്ക് ഒരു എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ പോയി ഞാൻ ഈ ഒരു ഡിവൈസിന്റെ ഒരു ജസ്റ്റ് ഇതിന്റെ ഒരു ഡിവൈസ് ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ അത് ഉപയോഗിച്ച സമയത്ത് അതിൽ കുറച്ച് ലേസർ ട്രീറ്റ്മെന്റ്, അതേമാതിരി ഒരു ബാക്കം തെറാപ്പി, അങ്ങനെയൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു കുറച്ച് തെറാപ്പികളുണ്ട്. അപ്പൊ അത് എനിക്ക് ഇങ്ങനെ അവിടുന്ന് അതൊന്ന് ജസ്റ്റ് ഞാനത് ഡെമോ മാതിരി ഞാൻ ചെയ്ത് നോക്കി. ഞാൻ ആ ഡെമോ ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് എന്താണെന്ന് അറിയില്ല, ചെയ്ത് നോക്കിയ സമയത്ത് ഞാൻ ഏകദേശം ഒരു 23-24 ഡേയ്സ് ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അപ്പം ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ബ്രീത്ത് കിട്ടാത്ത അവസ്ഥ, രാത്രിയാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവപ്പെടും. അപ്പൊ അന്ന് ഇത് ഉപയോഗിച്ച സമയത്ത് എനിക്ക് സത്യത്തിൽ ഞാൻ അന്ന് ഒരു 23 ഡേയ്സ് ഉറങ്ങാത്ത ഞാനന്ന് കിടന്നുറങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. അത് എനിക്ക് സത്യത്തിൽ വലിയൊരു കാര്യമാണ്. കാരണം അന്ന് ഞാൻ ഉറങ്ങി. ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു എനിക്കൊരു 10-13ഓളം മരുന്നുകൾ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു ഇതിനോടനുബന്ധിച്ച്. പല പൾമനോളജിസ്റ്റിനും ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഇത് വന്നിട്ട്. പക്ഷെ എനിക്കത് അന്ന് ഉറങ്ങിയെന്നുള്ള പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് എനിക്ക് ഭയങ്കര ബ്രീത്തിനൊക്കെ ഭയങ്കര ഒരു മാറ്റം വരുന്ന പോലെ എനിക്ക് തന്നെ അനുഭവപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് ഒന്നും കൂടെ പോയിട്ട് ഇത് ചെയ്യണം. അപ്പൊ പിന്നെ ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതവിടെ പോയി. അത് പിന്നെ ചെയ്യുന്ന സമയത്ത് അത് ഞാൻ അവരോട് പറഞ്ഞില്ല എനിക്കത് എങ്ങനെ മാറ്റേണ്ടത്. നമ്മൾ മനുഷ്യരാണല്ലോ, ഒരിക്കലും പറയില്ലല്ലോ, നമ്മൾ ഒരിക്കലും സത്യം തുറന്ന് പറയാത്ത ആളുകൾ. തുറന്ന് പറഞ്ഞില്ല. ഞാൻ എന്ത് വെച്ചാൽ പിന്നെ ഒന്നും കൂടെ എനിക്കൊന്നും കൂടെ ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് അങ്ങനെ ഞാൻ അന്ന് അവിടെ വൈകിട്ട് വരെ നിന്ന് ഞാൻ 4-5 പ്രാവശ്യം ചെയ്തു. എനിക്ക് ഭയങ്കര വ്യത്യാസം വന്നു. അങ്ങനെയാണ് ഞാനിത് എന്താണ് ഇത് പ്രൊഡക്റ്റ് എന്നൊക്കെ പിന്നീട് പരിചയപ്പെടുന്നത്. ഇത് എന്താണ് കമ്പനി, ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് മനുഷ്യന് ജീവൻ എന്ന സാധനമാണല്ലോ വേണ്ടത്. അപ്പൊ ഞാനത് അങ്ങനെ ഞാൻ പിന്നീടാണ് ഞാൻ ഇതിനെ കുറിച്ച്, ഈ കമ്പനിയെ കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്തു. അപ്പം ഞാൻ ഇതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തു, കമ്പനി എന്താണ് ഒക്കെ എല്ലാം ഗൂഗിളിൽ തന്നെ ഉണ്ടല്ലോ, നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആണ് മനസ്സിലായത് ഇതൊരു TCM മെത്തേഡുള്ള ഒരു ബയോടെക്നോളജിക്കൽ കമ്പനിയാണ്. ഒരു റിസർച്ചിങ് ഉള്ള കുറെ പ്രൊഡക്റ്റുകൾ ഇവർ ഓൾറെഡി 2007 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. അപ്പൊ എനിക്ക് തോന്നി ഞാൻ അത് ചെയ്താൽ ഇതിന്റെ കുറെ ബെനിഫിറ്റ്സ് പറഞ്ഞപ്പോൾ എനിക്കിത് തോന്നി, എനിക്കിത്
ഇത് എനിക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ്. ഫസ്റ്റിലും ഞാൻ ഇതിന്റെ ഒരു പ്രോഫിറ്റ് ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ജനങ്ങളിലേക്ക് ഇത് കുറച്ച് എത്തിച്ചു കഴിഞ്ഞാൽ എന്നെ പോലത്തെ കുറെ ആളുകൾ ഇതിൽ ദുരിതം അനുഭവിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അത് അവരിലേക്ക് ഒരു സർവീസും കൂടിയാണല്ലോ ആക്ച്വലി സർവീസ്. ഞാൻ ആക്ച്വലി ഒരു ഹ്യൂമൻ ബീങ്, ഞാൻ ആ സർവീസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അങ്ങനെ ആ രീതിയിൽ അത് ചെയ്യാൻ തീരുമാനിച്ചു. തീരുമാനിച്ച സമയത്ത് അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാന്ന് എന്നതിനെ കുറിച്ച് കുറെ ചിന്തിച്ചു. കാരണം ഞാൻ ഓൾറെഡി ലാബിലിറ്റി ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഷോപ്പ് ഉണ്ട്, ഞാൻ അതിന്റെ എന്തായാലും പൂട്ടി കിടക്കുന്ന വെച്ചാലും ഞാൻ റെന്റ് കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ ഞാൻ വെറുതെ ഇരിക്കുന്ന എന്തിനാ, എനിക്കത് ചെയ്യാന്നുള്ള, അങ്ങനെയാണ് ഞാനിത് ഏറ്റെടുത്ത് ഇത് ചെയ്യാന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ ആക്ച്വലി സാർ ഒരു ബിസിനസ് മൈൻഡോട് കൂടി അല്ല ഈ ഫൊഗോവയിലേക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് വന്നത്. അയ്യോ, ഒരിക്കലുമല്ല. അത് ഒരു യാഥാർത്ഥ്യമായില്ല, ഒരു സത്യമായില്ല കാര്യം. ഞാൻ ഒരിക്കലും ഒരു ബിസിനസ് ലെവലിലേക്കേ അല്ല ഇതില് സത്യത്തിൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഞാന് ഇത് സത്യത്തിൽ ഇത് ഈ ഒരു സർവീസ് രീതിയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇത് മറ്റുള്ളവർക്ക് ഈ ഒരു ഇതിനെ കുറിച്ച് പ്രൊഡക്റ്റിനെ പഠിച്ചിട്ടാണ് ഫസ്റ്റ് ഞാൻ സ്റ്റഡി ചെയ്തത്. പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം, അത് എനിക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കലി അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതായിരുന്നു. എന്തൊരു സാധനവും നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അതിൽ ഒരു മൊബൈൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അതിനെ പറ്റി സ്റ്റഡി ആവുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് മറ്റുള്ളവർക്ക് ഇത് കുറച്ച് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുത്ത്, കുറച്ച് ഞാൻ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇതേ മാതിരി അനുഭവിക്കുന്ന ആളുകൾ അവരിത് പർച്ചേസ് ചെയ്തു. അപ്പൊ ഇത് പർച്ചേസ് ചെയ്ത സമയത്ത് അതിന് മുമ്പേ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഈ പ്രോഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടാണല്ലോ നമ്മളിത് കാണിക്കുക. അപ്പൊ ഈ കാണിച്ച സമയത്ത് എനിക്ക് ഇതിൽ ഓട്ടോമാറ്റിക്കലി ഇൻകം വരാൻ തുടങ്ങി. മനസ്സിലായി? ഓട്ടോമാറ്റിക്കലി എനിക്കൊരു ഇൻകം ജനറേറ്റ് ആയി. ഇത് വീക്കിലി ഇത് ഓൾറെഡി ഇതിൽ കിട്ടിയ സമയത്ത് ഇൻകം എനിക്ക് അന്ന് ഞാൻ ചെയ്ത ബിസിനസിന്റെ ഇൻകം എനിക്ക് അന്ന് തന്നെ കാണാം. അപ്പം പിന്നീടാണ് ഞാൻ ഇതിനെപ്പറ്റി പ്ലാനിനെ കുറിച്ചിട്ട് ഇതിന്റെ പ്ലാൻ ഞാൻ സ്റ്റഡി ചെയ്യുന്നത്. സോ ഞാനിത് പ്ലാൻ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ്, വലിയൊരു പാനിക് സിറ്റുവേഷൻ ആണ് നമുക്കിപ്പം ലോകം ഫുള്ള് ഒരു നേരിട്ടത് അല്ലെ. സത്യത്തിൽ വലിയൊരു പാനിക് സിറ്റുവേഷനാണ് നേരിട്ടത്. അപ്പൊ ഞാൻ വിചാരിക്കും ഇനി ഒരു പാനിക് വരാതിരിക്കും. ഞാൻ 17 വർഷം ഞാൻ ഈ ഫീൽഡിൽ ഞാൻ ജോലി ചെയ്തിട്ട് ഞാൻ എന്റെ ഇൻകം ജനറേറ്റ് ആയി. ഒരു സുപ്രഭാതത്തിൽ ഇത് സ്റ്റോപ്പ് ആയപ്പോൾ ഞാൻ സ്റ്റക്കായി അല്ലെ സത്യം. അപ്പൊ ഇനി ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കിത് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ, ഇത് ഏറ്റെടുത്ത് എനിക്ക് ചെയ്തുകൂടാ. അങ്ങനെയാണ് ആ ഒരു തിങ്കിങ് വന്നത്. അപ്പൊ ഇതിലെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ ലൈഫ് ഇതിൽ സെറ്റ് ആവാൻ എല്ലാ സംഭവം ഇതിലുണ്ട്. നല്ല സർവീസ് എനിക്ക് കൊടുക്കാം, എനിക്ക് അതിന്റെ കൂടെ എന്റെ ലൈഫ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഫൊഗോവ ഇന്റർനാഷണൽ ഈ കമ്പനി. അപ്പൊ ആ ലൈഫ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ച എന്തൊക്കെ ഡ്രീംസ് ഉണ്ട്, ആ ഡ്രീംസ് ഒക്കെ ഇതിൽ ഓട്ടോമാറ്റിക്കലി ഫുൾഫിൽ ആവും. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് ഇതിലൂടെ സഞ്ചരിച്ചുകൂടാ? ഇനി ഞാനൊരു 17 വർഷം ബാങ്കിങ് ഫീൽഡ് ആയാലും എനിക്ക് അതിനെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ ഇതിൽ ഞാനൊരു 5-6 വർഷം ഞാൻ ഇതിൽ വർക്ക് ചെയ്താൽ എനിക്ക് 100% അത് ആ പോയിന്റിലെത്താം. അത് എനിക്ക് സർവീസിലൂടെ പോയിന്റിലെത്താം, മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് എനിക്ക് പോയിന്റിലേക്ക് എത്താം. അങ്ങനെയാണ് സത്യത്തിൽ ഇത് ഏറ്റെടുക്കാൻ ഞാൻ ചിന്തിച്ചത്. ഇതിൽ ഏറ്റവും വലിയൊരു ബ്യൂട്ടി ഞാൻ ഈ ഒരു കമ്പനിയിലെ ഞാൻ ബ്യൂട്ടി കണ്ടതെന്ന് വെച്ചാൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും പേയ്മെന്റ് കിട്ടുന്നില്ലാണ്. ഈ ഫൊഗോവ കമ്പനിയിൽ ഡിസ്ട്രിബ്യൂട്ടർ എന്ന ആൾക്ക് ആർക്കും ഒരു എന്താ പറയാ പേയ്മെന്റ് കിട്ടിയിട്ടില്ല, ഞാനിതിൽ പറ്റിക്കപ്പെട്ടു, അങ്ങനെ പറയേണ്ട ആവശ്യമേ ഇതിൽ വരുന്നില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഉപകരണം മേടിക്കുന്ന സമയത്ത് ആ ഉപകരണം മേടിക്കുന്നതിന്റെ ഉപയോഗം എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മളെ കമ്പനി. അത് എന്ത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെ. അപ്പൊ അതോട് കൂടി അവർ സാറ്റിസ്ഫൈഡ് ആണ്. മനസ്സിലായില്ലേ? അപ്പം അത് അവർക്ക് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനും വളരെ സിമ്പിൾ ആണ്. ഇതാണ് ഞാൻ ഇതിൽ ഉദ്ദേശിച്ചത്. അപ്പൊ നാളെ മറ്റന്നാൾ ഞാൻ ഒരാളെ കാണുന്ന സമയത്ത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഞാൻ ഇതിൽ ഒരു പ്രൊഡക്റ്റ് ഞാൻ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവരെ ഏകദേശം ഞാനൊരു 2-3 months കഴിഞ്ഞിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഒരു എന്താ പറയാ ചാരിതാർത്ഥ്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ സന്തോഷം അനുഭവിക്കുന്ന ആളാണ് ഞാൻ. അവർ ഫാമിലിനെ കാണാനിടയിൽ. അപ്പൊ അവർ ഇതേമാതിരി പല ഇഷ്യൂസും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നത് ആ വീട്ടിൽ തന്നെ കുറച്ച് ഏജായ ആളുകളോ ഒക്കെ കൂടെ വലിയൊരു കുടുംബം, ഒരു 5-8 പേര് ഉള്ള ഒരു കുടുംബം. അപ്പം എന്നെ കണ്ട സമയത്ത് അവര് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു ഞങ്ങളുടെ റിലേഷൻ അങ്ങനെയാണ് വിളിക്കാറുണ്ട്, അങ്ങനെയാണ് നമ്മൾ അങ്ങനെ പരിചയം. ഞങ്ങൾ പലപ്പോഴും നിന്നെ ഓർക്കാറുണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെ പറയാനുള്ള ഒരു കാരണം? കാരണം നീ അന്ന് ആ ഒരു ഡിവൈസ് ഇത് തന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് പല ഇഷ്യൂസും, ഇപ്പം ഏജ് ആയ ആളുകൾക്ക് പെയിൻ ഇഷ്യൂ, ആ ഇഷ്യൂസ് ഒക്കെ വന്ന് അനുഭവിക്കുന്നുണ്ട്.
അപ്പൊ ഇത് പല ആളുകൾക്കും ഞങ്ങളെ കൂടെ വീട്ടിലെല്ലാ അമ്മയ്ക്കായാലും ഒക്കെ ഇതൊരു റിലീഫ് വന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങള് പ്രാർത്ഥിക്കും. വൈകിട്ട് രാത്രി ക്രിസ്ത്യൻസ് പ്രാർത്ഥിക്കുമ്പോൾ അധികം നിന്നും ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്താറുണ്ട്. സോ അത് എനിക്ക് സത്യത്തിൽ ലൈഫിൽ ഭയങ്കര ഒരു ചേഞ്ച് ഞാൻ വന്ന് ഭയങ്കര സന്തോഷിച്ചു, മനസ്സിലായി. അപ്പം ഇത് നമ്മൾ മറ്റുള്ളവർ പറയുന്ന മാതിരിയല്ല ഈ ഒരു കമ്പനി. ഈ ഒരു കമ്പനി ഒരു ബ്ലെസ്സിങ് കമ്പനി. ഇത് മറ്റുള്ളവരെ സഹായിച്ചും കൊണ്ട് നമ്മൾ ഒരു ദിവസം നമ്മൾ കുറച്ച് ഡെമോൺസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ അവിടെ വരുന്ന ചേഞ്ചിങ് കാണുമ്പോൾ നമ്മളാണ് അതിൽ സന്തോഷിക്കുന്നത്. സത്യത്തിൽ ആ വീട്ടിലേക്ക് ഒരു ഉപകരണം കിട്ടട്ടെ, ഇത് കിട്ടാൻ അവർക്ക് കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് സത്യത്തിൽ വരാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പിയാണ്, ഒരു ഹാപ്പി ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യാം. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങൾ ഞാനിതിൽ എൻ്റെ സക്സസ് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ അച്ചീവ്മെന്റ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളോ ജീവിതത്തിൽ. ഞാൻ ഏകദേശം 11ഓളം ഇന്റർനാഷണൽ ട്രിപ്പ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. 11ഓളം ഇന്റർനാഷണൽ. പിന്നെ ഞാൻ കാർ ഫണ്ട്, അങ്ങനെ ഒട്ടനവധി അച്ചീവിങ്, ഐഫോൺ അച്ചീവർ, അങ്ങനെ കുറെ അച്ചീവ്മെന്റ് സത്യത്തിൽ എനിക്കിതിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ ഞാനിതിൽ നേടിയെടുക്കുന്നത് മാത്രമല്ല, എൻ്റെ കൂടെ കുറെ പേര് ഇത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരൊക്കെ വളരെ ഹാപ്പിയാണ്, ഹാപ്പി ആയിട്ട് ഇതിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്. കുറെ ഞാനൊക്കെ എൻകാഷിംഗ് ആണ് ചെയ്തത്. കാരണം എനിക്കറിയാമല്ലോ, എനിക്ക് ഓൾറെഡി ഞാൻ ലാബിലിറ്റി ഫേസ് ചെയ്ത ഒരാളാണ്. ഞാനതിൽ മറ്റ് നെറ്റ്വർക്കിംഗ് പറയുന്ന മാതിരി ഒരു ഹംഗാമിയൊന്നും ഞാനിപ്പോഴും സംസാരിക്കാറില്ല. അത് സംസാരിക്കേണ്ട ആവശ്യം ഇതിലില്ല എന്നുള്ളതാണ്. വെറുതെ ഹൈപ്പ് കാണിച്ച് ഞാനിപ്പോഴും സാധാരണക്കാരനായിട്ടുള്ള രീതിയിൽ തന്നെ ഞാനൊന്നും ജീവിക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്കറിയാം, എന്നെ സംബന്ധിച്ച് ഇത് ഏത് ലെവലിൽ പോകും, അത് എനിക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം. അതാണ് ഇതിലായിട്ട്. ഇപ്പോൾ ഈ അടുത്ത് ഞങ്ങൾ ചൈന, ജപ്പാൻ കമ്പനി പോയി വിസിറ്റ് ചെയ്തു. എനിക്ക് ഏറ്റവും വലിയ ഇത് പറയുന്നതല്ലാതെ ഞാൻ കമ്പനിയിൽ പോയി വിസിറ്റ് ചെയ്തു. നമ്മൾ ചൈനയിലെ ടിയാൻഷിയിൽ പോയിരുന്നു. ആ കമ്പനിയിൽ പോയി വിസിറ്റ് ചെയ്ത സമയത്ത് കമ്പനി പറയുന്നതിന്റെ അപ്പുറത്താണ്. ഞങ്ങൾ അന്ന് പോയപ്പോഴാണ് അറിയുന്നത് TCMന്റെ വൺ ഓഫ് ദി ഉപജ്ഞാതാവാണ് ഇതിന്റെ സയന്റിസ്റ്റ് എന്നൊക്കെ. അതൊന്നും നമുക്ക് അറിയ പോലും ഇല്ല. പക്ഷെ നമ്മൾ ആ കമ്പനി സ്വീകരിക്കുന്ന രീതി മനസ്സിലായി. ആക്ച്വലി ഞാനിവിടെ ഒരു കോഴിക്കോട് ജീവിക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള ഞാൻ അവിടെ ചൈനയിൽ ചെന്ന്, ഞാൻ കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞ് ഇതിന്റെ ഒരു പ്രോഗ്രാമിന് ചേർന്ന സമയത്ത് എന്റെ പേര് എഴുതിയിട്ട് അവിടെ സീറ്റ് ഉണ്ട്, നെയിം എഴുതിയ സീറ്റ്. ആര് എന്നെ സത്യത്തിൽ ഞാനൊരു പുറത്ത് എന്നെ ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു സംഭവമാണ്. കേരളത്തിന്റെ പുറത്തേക്ക് പോലും ചിന്തിക്കാത്ത ഒരാളാണ് ഞാൻ. മനസ്സിലായി. അപ്പൊ ഈ കുറെ ഇന്റർനാഷണൽ ട്രിപ്പുകൾ, ദുബായ്, അങ്ങനെ കുറെ രാജ്യങ്ങളിൽ എനിക്ക് സത്യത്തിൽ എനിക്ക് പോകാൻ പറ്റി. പാസ്പോർട്ട് എടുത്തൊക്കെ ഞാൻ ഇതിൽ വന്നതിന് ശേഷം. ഞാൻ അത്രയോ കാലത്ത് ഞാൻ ഇതിന് ബാങ്ക് ഫീൽഡൊക്കെ ആകുമ്പോൾ ഞാൻ കുറെ ഇതിലൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ എന്ത് വെച്ചാൽ പാസ്പോർട്ട് ഒന്നും എടുക്കാറില്ല. ഇതിൽ വന്നിട്ട് കുറെ കൺകാഷിങ്, എന്റെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്, അതൊക്കെ എനിക്ക് സഫലീകരിക്കാൻ കഴിഞ്ഞു. എന്റെ ഫാമിലി ഹാപ്പിയാണ്. എന്റെ ഫാമിലിയിൽ ഉപകരണം ഉള്ളതിനെ കൊണ്ട് തന്നെ ഈ ഡിവൈസ് ഉപയോഗിക്കും. ഞാനിത് ഒരു പ്രൊമോട്ടിങ്ങിന് വേണ്ടി മാത്രം പറയല്ല, ഇത് ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. അങ്ങനെ തന്നെ ആ രീതിയിൽ ചിന്തിക്കാം. പല ആളുകളും നമ്മളിങ്ങനെ ഒരു ഇത് കൊടുക്കുന്നത് ഒരു പ്രൊമോട്ടിങ് ആണ്. ഒരിക്കലും പ്രൊമോട്ടിങ് അല്ല. നമ്മളെ കമ്പനി പറയുന്നത് തന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് ഡെമോ ചെയ്ത് ഫീൽ ചെയ്തിട്ട് എടുത്താൽ മതി. അല്ലാതെ നമ്മൾ വെറുതെ സംസാരിച്ചില്ല. ഈ ഡെമോയിൽ ഫീൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ എക്യുപ്മെന്റ്സ് ഓട്ടോമാറ്റിക്കലി ഇത് ഇന്ന് നാളത്തെ ആവശ്യമുള്ള ഉപകരണങ്ങളാണ് നമ്മളതിലുള്ളത്. ഏതൊരാൾക്കും എനി ടൈം വന്നാലും ഓഫേഴ്സ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ സാറ് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, ബിസിനസ്സിലേക്ക് വന്നു, ഒരുപാട് രാജ്യങ്ങള് പോയി കണ്ടു, കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി എല്ലാം കണ്ടു മനസ്സിലാക്കിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ്സായിട്ട് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ സാറിപ്പോൾ 1 സ്റ്റാർ ഡയറക്ടർ എന്നുള്ള ഒരു പോസ്റ്റ്, ആ ഒരു പോസ്റ്റിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനി മുന്നോട്ട് ഈ കമ്പനിയിലേക്ക് പുതിയ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പൊ അവരോടൊക്കെ സാറിന് എന്താണ് കൂടുതലായിട്ട്, അതായത് പ്രേക്ഷകരോട് സാറിന് എന്താണ് കൂടുതലായിട്ട് പറയാനുള്ളത്? അതായത് ഇതിന്റെ ഫ്യൂച്ചർ എന്താണ്, ഈ കമ്പനിയുടെ ഫ്യൂച്ചർ മുന്നോട്ട്? എനിക്ക് പറയാനുള്ളത്, കാരണം ഞാൻ വന്ന സമയത്ത് വളരെ ചുരുങ്ങിയ 2 പ്രൊഡക്റ്റുള്ളൂ. ഇന്നിപ്പോ കമ്പനിയിൽ ഏകദേശം 19ഓളം പ്രൊഡക്ട്സ് ഇന്ത്യയിലുണ്ട്, വന്നിട്ടുണ്ട് ഓൾറെഡി. എക്യുപ്മെന്റ്സ് ലെവലിൽ തന്നെ 3 എക്യുപ്മെന്റ്സ്, നമ്മൾ 100 എക്യുപ്മെന്റ്സ്. ഇനിയും ഏകദേശം 80 എക്യുപ്മെന്റ്സ് കമ്പനിയിലുണ്ട്, ഓൾറെഡി റെഡി ടു ഉണ്ട്. 200ഓളം എക്യുപ്മെന്റ്സ് റിസർച്ചിങ്ങിലുണ്ട്. ഈ 200ഓളം റിസർച്ചിങ്ങിലുള്ള എക്യുപ്മെന്റ്സ് ഇവിടേക്ക് വരാനില്ല. അപ്പൊ ടോട്ടൽ 280 എക്യുപ്മെന്റ്സ് ആയി. ഇതിന്റെ ഒരു 1% ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പിക്ചർ ലെവൽ തന്നെ മാറും. മനസ്സിലായി. അപ്പൊ അതിന്റെ ഒക്കെ ഡിസ്ട്രിബ്യൂട്ടർ ആവാനുള്ള ചാൻസ് ആണ് ഇനി വരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്. മനസ്സിലായി. അപ്പൊ അത് അവരെ സംബന്ധിച്ച് അവര് ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിട്ടുണ്ടെങ്കിലും
ഇന്ന മേഖല ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിട്ടുണ്ടെങ്കിലും ഈ നമ്മളെ ഈ മെഷീൻസ് വന്നിട്ട് പല സെഗ്മെന്റ്സ് വന്നിട്ട് ഡെമോൺസ്ട്രേഷൻ പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത് അവർ ഫീൽ ചെയ്യുക, ഈ ബിസിനസ്സിനെ പറ്റിയിട്ട് അവർ ആധികാരികമായിട്ട് പഠിക്കുക. അങ്ങനെ പഠിക്കുന്ന ഒരാൾക്ക് പിന്നെ വേറൊരു ബിസിനസ്സിലേക്ക് പോകേണ്ട ആവശ്യം വരില്ല. അസിസ്റ്റിംഗ് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്നവർക്ക് ചെയ്ത് കൊണ്ടുകൊണ്ട് തന്നെ ഒരു 2 hour ടൈം നമ്മളതിൽ മാറ്റി വെച്ചാലും അവർക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തുള്ള ഒരു ഇൻകം അവർക്ക് ഇതിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, അതാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എടുത്തിട്ട് വലിയൊരു കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡർ ആവാനുള്ള അവസരമാണിത്. വൺസ് നമ്മൾ ഇതിൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ 1 സ്റ്റാർ ഡയറക്ടർ ഇതേമാതിരി കുറെ പൊസിഷൻ ഉണ്ട്. ആ റാങ്കിങ് ഓരോ റാങ്കിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഫിനിക്സ് അംബാസിഡർ എന്ന റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ വേൾഡ് ടേൺ ഓവറിന്റെ 0.5%, ലൈഫ് ടൈം ഇയർലി വരുന്ന ഇൻകം, ലൈഫ് ടൈം മനസ്സിലായി. നമ്മൾ ഏത് മേഖലയിൽ വേറൊരു കമ്പനിയിൽ നമ്മൾ നിർത്തിയ സ്റ്റോപ്പായി. ഞാനിപ്പോ എംപ്ലോയി ആ പാക്കേജ് ഞാൻ റിസൈൻ ചെയ്തോടെ കഴിഞ്ഞു. ഇതല്ല, ലൈഫ് ടൈം ഇൻകം നമുക്ക് മാത്രമല്ല, എനിക്ക് മാത്രമല്ല, എന്റെ 2 ജനറേഷൻ വരെ ഇൻകം ഫോർവേഡ് ആവുന്ന ഒരു വലിയൊരു സിസ്റ്റമാണിത്. സോ ഇതിൽ നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കുക, ഇത് ഡെമോൺസ്ട്രേഷൻ വരിക, ഫ്രീ ഡെമോൺസ്ട്രേഷൻ ആണ്. വന്ന് കേട്ട് ഡെമോൺസ്ട്രേഷൻ ഇരുന്ന് 1 മണിക്കൂർ ചെലവാക്കിയിട്ട് ഇത് കേട്ടിട്ട് പൊക്കോ വന്നൊരാളാണ്. അപ്പൊ അതുകൊണ്ട് 110% നിങ്ങൾ ഇതിന് സക്സസ് ആവും, യാതൊരുവിധ അതുമില്ല. ബാക്കിയൊക്കെ ദൈവത്തിന്റെ കൈമിലാണ്. നിങ്ങൾ വരിക എന്നുള്ളതൊക്കെ ദൈവത്തിന്റെ കൈമിലാണ്, അതൊന്നും എന്റെ കൈമിലല്ല. അതിന് നിങ്ങൾക്ക് ഭാഗ്യം സർവേശ്വരൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് മാത്രം പറഞ്ഞു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ ഇത്ര നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഫൊഗോവെ ഇന്ത്യയുടെ 1 സ്റ്റാർ ഡയറക്ടറായ മിസ്റ്റർ റിലേഷ് സാറിന്റെ വാക്കുകളാണ്. സാറ് ഫൊഗോവയിലേക്ക് വരാനുണ്ടായ സാഹചര്യവും അദ്ദേഹത്തിന് ഫൊഗോവയിൽ നിന്ന് കിട്ടിയ അനുഭവമാണ് ഇത്ര നേരം നമ്മളോട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫൊഗോവയിലേക്ക് എൻട്രി ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഫോളോ ചെയ്യാം. എല്ലാവർക്കും, ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.